ഹായ് പ്രിയപ്പെട്ടവരെ, സംഘപരിവാറിൻ്റെ ചില ചാനലുകളിൽ കത്തോലിക്കർക്കെതിരെ വിഷം ചീറ്റുന്ന പലരും പലപ്പോഴും പല നുണകളും പറഞ്ഞു വിടാറുണ്ട്. ചില അർദ്ധസത്യങ്ങളും ദുരുദ്ദേശത്തോടു കൂടി പുറത്തുവിടാറുണ്ട്. ഇനി ചോദിച്ചില്ലേ, അടിമക്കച്ചവടം 20,000 അടിമകളെ കച്ചവടം ചെയ്ത് പണമുണ്ടാക്കിയ സംഘടനയാണ് ജസ്യൂട്ട്. യേശുദേവൻ അടിമകളെ മോചിപ്പിച്ച ആളുകൾ. അതെ, അതാണ് ഇവർ അടിമ കച്ചവടം നടത്തി. 1842 വരെ അത് തുടർന്നവരാണ് ഇവര്. അടിമ കച്ചവടം നല്ല ലാഭമായിരുന്നു. ഇവർ അടിമകളെ മേടിച്ചിട്ട് ആഫ്രിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അടിമകളെ മേടിച്ചിട്ട് ബ്രിട്ടീഷുകാർക്കും യൂറോപ്യന്മാർക്കും ഉള്ള തോട്ടങ്ങളിൽ പണിക്കാരായിട്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സഭയ്ക്കെതിരെ ഒത്തിരിയേറെ ദുഷ്പ്രചരണം നടക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസികളെ നാം പലപ്പോഴും കരുതുന്നത് പണ്ടത്തെ കാലത്ത് ഇൻക്വിസിഷൻ ഉൾപ്പെടെയുള്ള പല ഏർപ്പാടുകൾ ചെയ്തിരുന്നത് പോലെ പല തെറ്റുകൾ സഭ ചെയ്തിട്ടുണ്ട്, അന്നൊക്കെ അങ്ങനെ ആയിരുന്നു എന്നങ്ങ് ആശ്വസിക്കാറുണ്ട് ചിലർ. സ്ഥിരമായി സഭയുടെ പുറകെ കൂടി ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന, സൈബർ ആക്രമണം ചെയ്യുന്നത് കാണുമ്പോഴും പച്ച നുണകൾ പ്രചരിപ്പിച്ച് ചെയ്യുമ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ വിശ്വാസിയും തയ്യാറാകുന്നില്ല. സഭയ്ക്കെതിരെ ആരോപിക്കപ്പെടുന്ന പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് പൊതുജനസമക്ഷം അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് വെള്ളപൂശലാണ്, വൈറ്റ് വാഷിംഗ് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾക്കെല്ലാം ചാറ്റ് GPT-യിലോ ഗൂഗിൾ ജെമിനി സെർച്ചിങ്ങിലോ വളരെ ഡീപ്പ് സെർച്ചിങ് ചെയ്ത് വിശദമായ വിവരം ലഭിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. ജസ്യൂട്ട് സഭക്കാർ, ഈശോ സഭക്കാർ അടിമക്കച്ചവടം നടത്തി കാശുണ്ടാക്കിയവരാണ് എന്ന ആരോപണമാണ്. ശരിയോ തെറ്റോ? എന്നെ കേൾക്കുന്ന കത്തോലിക്ക വിശ്വാസികളോടും ഇത് പറയുന്ന സംഘപരിവാർ വക്താക്കളോടും എനിക്ക് പറയാനുള്ളത്, ഈശോ സഭ മാത്രമല്ല, വിൻസെൻഷ്യൻ സഭ, ഡൊമിനിക്കൻ സഭ, ഒത്തിരി പുണ്യപ്പെട്ടവരുടെ സഭയായ ബെനഡിക്റ്റൻ സഭയും ഉൾപ്പെടെയുള്ള നിരവധി സന്യാസ സമൂഹങ്ങൾ, സന്യാസിനികൾക്ക് വേണ്ടിയുള്ള സഭകൾ, കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അടിമകളെ ഉപയോഗിച്ചിട്ടുണ്ട്, അടിമകളെ കച്ചവടം ചെയ്തിട്ടുണ്ട്. ശത്രുക്കൾക്ക് ഇനിയും വീഡിയോ ഇടണമെങ്കിൽ ഈ വിഷയം എടുത്തിട്ടുള്ളൂ. യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയണം. ഒരു മനുഷ്യനെ ക്രൂരമായി അടിമപ്പണി ചെയ്യിപ്പിച്ച് കൂലി കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ അടിമയാക്കി വെച്ച് പണിയെടുപ്പിച്ചു എന്നല്ല അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്നതിനർത്ഥം. അടിമകളെ കച്ചവടം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലൊക്കെ മനുഷ്യരെ കച്ചവടം ചെയ്ത് മനുഷ്യക്കടത്ത് നടത്തി ക്രൂരമായി അവരുടെ പെരുമാറി ലാഭമുണ്ടാക്കിയെന്നോ അല്ല. 1865 അമേരിക്കയിൽ അടിമത്തം നിരോധിക്കുന്നതും അടിമത്ത വ്യവസ്ഥിതി തന്നെ ഇല്ലാതാക്കിയതുമായ നിയമം വന്നതോടെ ലോകത്തിൽ എമ്പാടും അതിൻ്റെ അലയടികളുണ്ടായി. നിരവധി രാജ്യങ്ങളിൽ അടിമക്കച്ചവടം നിർത്തലാക്കി അടിമ വ്യാപാരവും അടിമകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും കുറ്റകരമാക്കിയിട്ടുണ്ട്. അതുവരെയും ലോകത്തിൽ അനേക നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു ഇതെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ സ്ത്രീധന വ്യവസ്ഥിതിയുണ്ട്, സ്ത്രീധന സമ്പ്രദായമുണ്ട്. സ്ത്രീധനം നിരോധിച്ചതാണ് ഗവൺമെൻറ്, എങ്കിലും ഇവിടെ സ്ത്രീധനം വാങ്ങുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാലത്ത് എന്തെങ്കിലും സ്ത്രീധനമായി വാങ്ങുക ചെയ്താൽ അത് മഹാമോശമാണെന്നും കുറ്റകൃത്യമാണെന്നും സമൂഹം മൊത്തം തിരിച്ചറിയുന്ന ഒരു നാളിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തി സ്ത്രീധനം വാങ്ങിയിരുന്നുവെങ്കിൽ അയാളെ വിശുദ്ധനാക്കാനുള്ള നാമകരണ നടപടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മകന് സ്ത്രീധനം വാങ്ങുകയും മകൾക്ക് സ്ത്രീധനം കൊടുക്കുകയും ചെയ്ത ആളാണ്, വലിയ കുറ്റകരമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇന്ന് അത് വലിയ തെറ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അതുപോലെ മാത്രമാണ് ആ കാലഘട്ടത്തിൽ എല്ലായിടത്തും അടിമകൾ പണിയെടുത്തുകൊണ്ടിരുന്നത്. അടിമകളോട് ക്രൂരത കാണിക്കുന്ന യജമാനന്മാരെ നമുക്ക് കേട്ടിട്ടുണ്ട്. എന്നാൽ അടിമകളോട് സഹാനുഭൂതിയോടെ വർത്തിക്കുകയും തൻ്റെ അടിമയായി ജോലി ചെയ്തിരുന്നവർക്ക് വാർദ്ധക്യത്തിൽ അപ്പനെ അമ്മയെ നോക്കുന്നത് പോലെ സംരക്ഷണം കൊടുക്കുകയും ചെയ്ത് എത്രയോ പുണ്യപ്പെട്ട വ്യക്തികളുണ്ട്, സന്യാസ സമൂഹങ്ങളുണ്ട്. വേറെ ആരെയും പണിക്ക് കിട്ടുന്നില്ല, ഈ നാട്ടിൽ ആരെയും കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ ബംഗാളികളെ വിളിച്ച് പണിയെടുപ്പിക്കുന്നത് പോലെ അന്ന് സമ്പന്നമായ ചില പ്രദേശങ്ങളിൽ തൊഴിലിടങ്ങളിൽ ആളെ കിട്ടാതെ വരുമ്പോൾ ദൂരെ നിന്ന് ആഫ്രിക്കയിൽ നിന്നും പലയിടത്തു നിന്നും അടിമകളെ കിട്ടുമ്പോൾ ന്യായമായ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടെന്ന് പണിയെടുപ്പിച്ചിരുന്നു. സന്യാസ സമൂഹങ്ങൾ മാത്രമല്ല, നമുക്ക് തിരിച്ചറിയാവുന്ന നാമകരണം ചെയ്യപ്പെട്ട പുണ്യവാന്മാർ പോലും അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. അത് ക്രൂരതയായി എന്ന് പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. ഈ വീഡിയോയിൽ അവർ പറഞ്ഞ ജസ്യൂട്ടുകാർ ലോകത്തിലെ ഏറ്റവും വലിയ അടിമക്കച്ചവടം നടത്തിയത് അവരാണ് എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഇവർ ജസ്യൂട്ട് ഒരിക്കലും അടിമകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കച്ചവടക്കാരായിരുന്നില്ല, അങ്ങനെ ലാഭം ഉണ്ടാക്കിയിരുന്നില്ല. അവർക്ക് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങളിൽ ഒത്തിരി ഏക്കർ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ ആളില്ലാതെ വന്നപ്പോൾ ഒത്തിരി അടിമകളെ അവർക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ടി വന്നു. പിന്നീട് അടിമകളെ ഇനി ആവശ്യമില്ല എന്ന് വന്നപ്പോൾ അത്രയേറെ അടിമകളെ ഒന്നിച്ച് മറ്റൊരാൾക്ക് വിറ്റു എന്ന് പറയുമ്പോൾ അടിമക്കച്ചവടത്തിൽ 10 അടിമകളെ കച്ചവടം ചെയ്തവർ, 100 അടിമകളെ കച്ചവടം ചെയ്തവർ എന്ന രീതിയിലൊക്കെ ചരിത്രത്തിൽ കാണുമ്പോൾ ഏറ്റവും അധികം അടിമകളെ ഒന്നിച്ച് വിറ്റത് ഇവരാണ് എന്നത് ശരിയാണ്. ആവശ്യമില്ലാതെ വരുമ്പോൾ അങ്ങനെ വിറ്റു എന്നതുകൊണ്ട് ഇവർ അടിമ വ്യാപാരം ചെയ്തു എന്നല്ലർത്ഥം. നിങ്ങൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയോളൂ, അടിമ വ്യാപാരമായിരുന്നോ ഈ സഭയുടെ പണി എന്ന് ചോദിച്ചു നോക്കുക. ഇന്ന് മാത്രമല്ല, അന്നത്തെ അടിമകൾ ജീവിച്ചിരിക്കുന്ന പ്രദേശത്ത് അവരുടെ പിൻഗാമികളായ ആരൊക്കെയുണ്ട്, എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി ലിസ്റ്റ് ഇട്ടിട്ട് അവർക്ക് സൗജന്യ വിദ്യാഭ്യാസവും തൊഴിലും ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിലും അവർക്ക് ഭവനം വെച്ച് കൊടുക്കാനും
സ്വന്തം ഭൂമി കൊടുക്കാനും ഉൾപ്പെടെ അവരെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള വലിയ പദ്ധതി ജെസ്യൂട്ട് സഭ നടപ്പിലാക്കുകയും കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡൊമിനിക്കൻ സഭയും വിൻസെൻ്റ് സഭയും ഒത്തിരി പുണ്യപ്പെട്ടവരുടെ സഭയായ ബെനഡിക്റ്റൻ സഭയും കന്യാസ്ത്രീയുള്ള സന്യാസ സമൂഹങ്ങൾ പോലും നിരവധി അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. അത് ക്രൂരതയെന്ന് പറയാനാവില്ല. അവരോട് ക്രൂരത കാണിച്ചു എന്നല്ല, സ്വന്തം കുടുംബാംഗങ്ങളെ കാണും പോലെ തന്നെ ആജീവനാന്തം അവരെ സംരക്ഷിച്ചവരുമുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് തെറ്റാണ് എന്ന് വരുമ്പോൾ ആ കാലഘട്ടത്തിൽ അതൊരു വ്യവസ്ഥിതിയായിരുന്നു, ആ വ്യവസ്ഥിതിയോട് ചേർന്ന് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇക്കാര്യം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ പറയാം, ശതാധിപൻ്റെ ഭൃത്യൻ ശതാധിപൻ്റെ അടിമയായിരുന്നു. ആ ശതാധിപൻ എത്രയോ സ്നേഹം കൊണ്ടാണ് ആ അടിമയ്ക്ക് സൗഖ്യം കൊണ്ടാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തുവിനെ സമീപിച്ചത്. ശതാധിപൻ്റെ ഭൃത്യൻ എന്ന് നാം വായിക്കുമ്പോൾ ബൈബിളിൻ്റെ ഒറിജിനൽ ഗ്രീക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വാക്ക് എഴുതിയിരിക്കുന്നത് ഡൂലോസ് എന്നാണ്, അതായത് അടിമ. പൗലോസ് ശ്ലീഹ ഫിലോമൻ എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒനേസിമസ് ഫിലോമൻ്റെ അടിമയായിരുന്നു. പൗലോസ് അവരെ മനസാന്തരപ്പെടുത്തി വിശ്വാസത്തിലേക്ക് വന്ന ശേഷം തൻ്റെ ഉടമയുടെ അടുത്തേക്ക് അയക്കുകയാണ്. ആ അടിമയെ അടിമത്ത വ്യവസ്ഥയിൽ നിന്നും രക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോയി ജീവിച്ചോളാൻ പറഞ്ഞ് വിടുകയല്ല, സ്വന്തം ഉടമയുടെ അടുത്തേക്ക് ആ അടിമയെ അയക്കുന്ന പൗലോസ് ക്രൂരതയാണോ ചെയ്തത്? പൗലോസ് അടിമ വ്യവസ്ഥിതി പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാനാവുമോ? അടിമകളുടെ ഉടമകളായി എത്രയോ പേർ യേശുക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നു. അവരെല്ലാവരും അടിമകളെ അപ്പോൾ സ്വാതന്ത്ര്യം കൊടുത്ത് വിടുകയല്ല ചെയ്തത്. സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പടിപടിയായി മാറ്റം വരാതെ പെട്ടെന്നുള്ളൊരു വികാരത്തിലുള്ളൊരു വിപ്ലവാത്മകമായ നീക്കമൊന്നും യേശുക്രിസ്തു നടത്തിയില്ല. എത്രയോ സന്യാസ സമൂഹങ്ങളാണ് ലോകത്തിൽ അടിമത്ത വ്യവസ്ഥിതി തുടച്ചു നീക്കാൻ വേണ്ടി പ്രവർത്തിച്ചത്. പിടിച്ചുകൊണ്ട് പോയവരിൽ നിന്നും കാശ് കൊടുത്ത് വീണ്ടും വാങ്ങി അവരെ സ്വതന്ത്രരാക്കി വിട്ടിട്ടുണ്ട്. ഓർക്കണം, ജോൺ ദേ മാത്ത ഉൾപ്പെടെയുള്ള വലിയ പുണ്യപ്പെട്ട വ്യക്തിത്വങ്ങൾ, വലിയ വിശുദ്ധര് അടിമകളെ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ട്, നോക്കണം, അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകപ്പെട്ടവരെ, അവരെ പിടിച്ചുകൊണ്ട് പോയവർക്ക് കൂടുതൽ വില കൊടുത്ത് അവരെ തിരികെ കൊണ്ടുവന്ന് അവരെ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ 8-ാം നൂറ്റാണ്ടിലുമൊക്കെ അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ കോടിക്കണക്കിന് രൂപ വത്തിക്കാനിൽ നിന്ന് കൊടുത്തും നിരവധി കത്തോലിക്കർ പിരിവെടുത്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എത്രയോ വ്യക്തികളെ ഉടമകൾക്ക് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് അവരെ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. ഇതുപോലെ അടിമത്ത വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ച പുണ്യവാന്മാരായ നിരവധി പേര് കത്തോലിക്ക സഭയിലുണ്ട്. അവരെയൊന്നും ഈ ശത്രുക്കൾ കാണുകയില്ല. എന്തിനേറെ ഈ കേരളത്തിലുണ്ടായിരുന്ന അടിമ വ്യവസ്ഥ പോലും തടയുന്നതിൽ ഇവിടെ രാജാക്കന്മാരെ സ്വാധീനിച്ചത് മിഷണറിമാരാണ്. അടിമകളെ പലയിടത്തുനിന്നും വാങ്ങി ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് പണമുണ്ടാക്കുകയും അടിമകളോട് ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്നതിനെതിരെ ജീവിതകാലം മുഴുവൻ പോരാടിയ വിശുദ്ധരുണ്ട്. അങ്ങനെ അവരുടെ പ്രേരണയാലാണ് അന്തർദേശീയ തലത്തിൽ അടിമക്കച്ചവടവും അടിമ വ്യവസ്ഥിതിയും തടയപ്പെട്ടത്. ഇങ്ങനെയുള്ള നിരവധി ചാരിറ്റി പ്രവർത്തനം കത്തോലിക്ക സഭ നടത്തിയതുണ്ട്. പതിവായി സഭയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വിഷം ചീറ്റുന്ന തറ നിലവാരത്തിൽ വിഷം ചീറ്റുന്ന വടയാർ സുനിൽ ആരാണെന്നറിയാമോ? ക്രിസ്ത്യൻ പുരോഹിതരെന്നോ ബിഷപ്പുമാരെന്നോ പറയാതെ വെള്ളനേറ്റ് ടീം എന്നൊക്കെ മാത്രം പറയുന്ന അത്രയ്ക്ക് സംസ്കാരമില്ലാത്ത വ്യക്തികളാണെന്ന് മനസ്സിലാക്കണം. കൗമുദിയുടെ പത്രപ്രവർത്തകനായിരിക്കെ കരിമണൽ കർത്തായിൽ നിന്നും വടയാർ സുനിൽ പലവട്ടം 5 ലക്ഷവും 10 ലക്ഷവും വീതം പറ്റിയതാണെന്ന് എത്രയോ തവണ പല മാധ്യമങ്ങളിൽ വന്നതാണ്. വടയാർ സുനിൽ അതൊക്കെ ന്യായീകരിച്ച് മെഴുകിയതും നാം കണ്ടു. അപ്പോൾ ഇവരുടെയൊക്കെ സാമൂഹിക പ്രതിബദ്ധതയും ധാർമ്മികതയും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ ഇതുപോലെ സഭയ്ക്കെതിരെ വിഷം ചീറ്റുന്ന കാണുമ്പോൾ ആകെ സങ്കോചത്തോടെ നാണം കെട്ട് തലയെ മുണ്ടിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ അച്ഛന്മാർ സഭയിലുള്ളവരൊക്കെ ചെയ്തു വെച്ചത് നാണക്കേടല്ലേ എന്ന് വിചാരിക്കരുത്. ബ്ലാക്ക് മാസുകാരും ചില ബെന്തക്കോസ്തുകാരും ചില പ്രത്യേക മതസ്ഥരൊക്കെ നിരന്തരം സഭയെ വേട്ടയാടാൻ തന്നെ ഇറങ്ങുമ്പോൾ സത്യസന്ധതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സഭയുടെ പോരാളികളായി ഈ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്, വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. വളരെ നന്മയിലും വിശുദ്ധിയിലും വളരാൻ പഠിപ്പിച്ചതുൾപ്പെടെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ അഭിവൃദ്ധിക്ക് കാരണമായത് മാതാപിതാക്കളെക്കാൾ സഭയാണ് എന്ന് തിരിച്ചറിയണം. കത്തോലിക്ക സഭ വഴി എന്തെങ്കിലും ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സൺഡേ സ്കൂളിൽ സഭയുടെ കാറ്റഗിസം പഠിച്ച് സൽസ്വഭാവത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, സഭയുടെ സ്കൂളുകളിൽ പഠിച്ച് നല്ല ഉന്നത വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാം സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ശബ്ദിക്കാൻ ബാധ്യസ്ഥരാണെന്നറിയണം. തുറന്ന് ഞാനങ്ങ് പറഞ്ഞാൽ നിങ്ങളൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളോട് കടപ്പെട്ടിരിക്കുന്നതിനേക്കാൾ അധികം കത്തോലിക്ക സഭയോട് കടപ്പെട്ടിരിക്കേണ്ടതാണ്. കാരണം നിങ്ങളൊക്കെ ഭൂമിയിൽ ജനിച്ച് വീണതുപോലും കത്തോലിക്ക സഭ മക്കളെ വേണമെന്ന് പ്രോത്സാഹനം കൊടുത്തതുകൊണ്ടാണ്. ഏറ്റവും ഉപരിയായി പറയാവുന്നത് സഭയുടെ ആത്മീയ സമ്പത്ത് മുഴുവനുമായ കൗദാശിക ജീവിതം നമുക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാന അടക്കമുള്ള കൂദാശകൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാം നന്ദിയുള്ളവരായിരിക്കണം. സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കാനും സഭയെ വേട്ടയാടുന്ന ഈ വേട്ട നായ്ക്കളെ തുറന്നു കാണിക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് വളർന്നു വന്നാൽ വളർത്തിയവരോട് കാണിക്കേണ്ട നന്ദിയെങ്കിലും സഭയോട് കാണിക്കണം. സഭയ്ക്കെതിരെ പലരും ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഏത് വിഷയത്തിലായാലും സങ്കോചത്തോടെ നോക്കുകയല്ല വേണ്ടത്. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. തെറ്റുപറ്റിയതാണെങ്കിൽ
നമുക്ക് ആ തെറ്റുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അതിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ആക്രമണമായി സ്ഥിരം വിഷം ചീറ്റിയുള്ള ആക്രമണമാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സജ്ജരാകേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടാകും, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാൻ മറുപടി തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.